നേരെ വടക്കൻ കേരളത്തിലേക്ക് പോകാം. സ്റ്റാർ പോരാട്ടങ്ങൾ നടക്കുന്ന വടക്കൻ കേരളത്തിൽ നിന്നും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തയ്യാറാണ്. ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത്. വടക്കൻ കേരളത്തിൽ ഇക്കുറി രണ്ടോ മൂന്നോ മണ്ഡലമല്ല, എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ട, എല്ലായിടത്തും കണ്ടെത്തേണ്ട സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ അല്ലേ? എല്ലായിടത്തും എങ്ങനെയാണ് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ കൊണ്ടും കൊടുത്തും കയറുന്നത്? സുജയ, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. കാരണം ഇപ്പോൾ പ്രവാസികളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു മണ്ഡലമാണ് വടകര മണ്ഡലം. എനിക്ക് തോന്നുന്നു പ്രവാസികളൊക്കെ കൂട്ടത്തോടുകൂടി വോട്ട് ചെയ്യാൻ എത്തുന്നത് വടകരയിലും കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെയാണ്. വയനാട്ടിലാണെങ്കിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും ഒക്കെ നല്ല വീറും വാശിയുമുള്ള മത്സരങ്ങളാണ് വടക്കൻ കേരളത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വടകരയിൽ തുടങ്ങിയാൽ, വടകരയിൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് വടകര തിരിച്ചു പിടിക്കുക എന്നുള്ളത്. 2009 മുതൽ അവർക്ക് നഷ്ടപ്പെട്ട വടകര, അത് മുല്ലപ്പള്ളിയിലൂടെയും കെ മുരളീധരനിലൂടെയും ഒക്കെ വടകര UDF ഇങ്ങനെ ഒരു കോട്ടയാക്കി വെച്ചിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം KK രമയെ കൂടി കൂട്ടുപിടിച്ചോടുകൂടി UDF അവിടെ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ആ UDFനെ തകിടം മറയ്ക്കാൻ വേണ്ടി നല്ല പ്രതിച്ഛായയുള്ള LDFിൽ അല്ലെങ്കിൽ CPMൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്രതിച്ഛായയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലയെ തന്നെ രംഗത്തിറക്കി മത്സരം കടുപ്പിച്ചിരിക്കുകയാണ് LDF. അപ്പോഴാണ്, ആ ഘട്ടത്തിലാണ് കെ മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ വരുന്നത്. ഷാഫി പറമ്പിൽ ഒരു യുവ തുർക്കിയാണ് UDFിൻ്റെ. സ്വാഭാവികമായിട്ടും അദ്ദേഹം പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ജയിച്ചു കയറിയ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ യൂത്ത് ലീഗുകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒക്കെ നല്ല പിന്തുണയുള്ള, സ്ത്രീ മനസ്സുകളിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഷാഫി പറമ്പിലിനെ പോലെ ഒരാളെ കളത്തിലിറക്കി UDFും അവിടെ കളം നിറയുന്നു. തുടക്കത്തിലൊക്കെ അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് പിടിച്ചത്. അക്രമ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് UDFും TP ചന്ദ്രശേഖരൻ വധക്കേസ് പറഞ്ഞുകൊണ്ട് UDFും കോൺഗ്രസും ഒക്കെ വോട്ട് പിടിച്ചു വരികയായിരുന്നു. അതുപോലെ തന്നെ പ്രളയകാലത്തും നിപ്പയുടെ കാലത്തുമൊക്കെ LDF സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളും ടീച്ചർമാരുടെ പ്രതിച്ഛായയും ഒക്കെ ആയിരുന്നു തുടക്കത്തിൽ ഇവരുടെ പ്രചാരണായുധം ഉണ്ടായിരുന്നത്. പക്ഷേ മത്സരം കനക്കാൻ തുടങ്ങിയോടുകൂടി വടകരയിലെ 2 ക്യാമ്പുകളും അസ്വസ്ഥമായി. അതിനുശേഷമാണ് ഈ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ശൈല ടീച്ചറുടെ വാർത്താ സമ്മേളനവും അതിനെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലും KK രമയും ഉമാ തോമസും ഒക്കെ രംഗത്തിറങ്ങുന്നു. സ്ത്രീ വോട്ടുകൾ ആർക്ക്, അത് ശൈല ടീച്ചർക്ക് അനുകൂലമാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ സംബന്ധിച്ച് ആശങ്ക ഉയരുന്നു. ഇത്തരത്തിൽ നല്ല മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി, പ്രവചനാതീതമായ ഫലമുള്ളൊരു മണ്ഡലമായി വടകര മാറുന്നു. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് വന്നാൽ അവിടെയും MK രാഘവന്റെ ഒരു അപ്രമാദിത്യം, അധീശത്വമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ MK രാഘവനെ വെല്ലുവിളിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയായി അങ്ങനെ വെല്ലുവിളിക്കത്തക്ക സ്ഥാനാർത്ഥികൾ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആരൊക്കെ തമ്മിലാണ് പോരാട്ടം കടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വി എസ് രഞ്ജിത്ത് തുടരുക.